ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റുഡിയോ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് സ്റ്റുഡിയോ പോകുന്നത്. അപ്പോൾ ഡെലിവറിക്കൊക്കെ മുന്നേ പോയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ സമ്മറൊക്കെ ആയിട്ട് അധികം ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് തൃശ്ശൂർ പൂങ്കുന്നം സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ഇപ്പോൾ വിഷു റംസാനൊക്കെ കഴിഞ്ഞിട്ട് പുതിയ സ്റ്റോക്ക് ഇറക്കിയിട്ടുള്ളതാണെന്ന് കേട്ടോ. ഇതൊക്കെ 499 ഒക്കെ ക്രോപ്പ് ടോപ്പാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കൂടുതലും ഈ കളർഫുള്ളായിട്ടുള്ള ടൈപ്പ് പ്രിൻറ്റും കാര്യങ്ങളും വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. ഒരുവിധം എല്ലാതും കൂടുതലും ലൈറ്റ് കളേഴ്സ് തന്നെയാണ് കേട്ടോ. നമുക്കറിയാലോ സമ്മറിന് കൂടുതൽ അങ്ങനെ ഡാർക്ക് കളറ് നമുക്ക് അധികം ആരും സെലക്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ കൂടുതലും ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഈ സ്ട്രാപ്പ് ടൈപ്പ് വരുന്ന മോഡൽ ഡ്രസ്സുകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ക്രോപ്പ് ടോപ്പിൻ്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ 699 ടോപ്പുകളാണ് കേട്ടോ. 699 ഈ പറഞ്ഞ പോലെ തന്നെ ലൈറ്റ് കളറുകൾ തന്നെയായിരുന്നു കേട്ടോ. കൂടുതലും ബ്ലാക്കിന് കുറവൊന്നുമല്ല, എന്നാലും കൂടുതലും ലൈറ്റ് കളറാണ് കേട്ടോ. ഞാൻ 699 കുറച്ചൊക്കെ ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് വീനക്കാണ് കേട്ടോ വരുന്നത്. എൻ്റെ സൈസ് എക്സ്ട്രാ സ്മോൾ ആയിരുന്നു, ഇപ്പോൾ അത് സ്മോൾ ആയിട്ടുണ്ട്. ഇത് ബ്ലാക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ്. എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല. പിന്നെ എനിക്ക് എന്തോ സ്യൂട്ടാവാത്ത പോലെ തോന്നി. കുറച്ച് വൈഡായിട്ടുള്ള നെക്കാണ് കേട്ടോ, വീൽ തന്നെ. പിന്നെ ഡെയിലി വെയേഴ്സിൻ്റെ സെക്ഷനിൽ നോക്കിയിട്ട് അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ സൂപ്പറായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് 299 ആയിരുന്നു ഈ ടീഷർട്ട് വരുന്നത്. പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു സെറ്റാണ്. അത് 599 ആണ് ഇതിൻ്റെ ഷോർട്ട്സും ബനിയനും കൂടിയിട്ട്. പിന്നെ ഇതുപോലത്തെ ക്രോപ്പ് ഷർട്ട്സും അതിനുള്ള ഷോർട്ട്സും ഉണ്ടായിരുന്നു കേട്ടോ. അതും ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇതും ആ ടൈപ്പിൽ വരുന്നത് തന്നെയാണ് കേട്ടോ. ഇതിന് ബനിയൻ ടൈപ്പിലും അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇതിന് 499 അങ്ങോട്ട് ആയിരുന്നു. പിന്നെ 399 കുർത്താസിൻ്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കുർത്ത ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഫുള്ളായിട്ട് അങ്ങനെ വീഡിയോ കവർ ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം ഷോപ്പിംഗ് ചെയ്യും വേണം, അതിൻ്റെ കൂടെ വാവി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനെടുക്കും വേണമല്ലോ. അപ്പോൾ അങ്ങനെ പറ്റണ രീതിയിൽ ഞാൻ ഒരുവിധം എല്ലാതും ഞാൻ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 399 നല്ല രീതിക്ക് തന്നെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അധികം ഒന്നും ആരും എടുത്തു പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം നിന്നിട്ട് നമുക്ക് നോക്കി സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുവിധം എല്ലാ സൈസും ആ ഡേയ്സിൽ അവൈലബിൾ ആയിരുന്നു കേട്ടോ. കാരണം അധികം അങ്ങനെ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ചില ടൈമിൽ ചെല്ലുമ്പോൾ നമുക്ക് തീരെ നമ്മുടെ സൈസൊന്നും കിട്ടില്ല. പക്ഷെ ഇതൊന്നും ഈ വട്ടം പോകുന്നപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ട്രയൽ ചെയ്ത് നോക്കി, എനിക്കിത് ഇഷ്ടമായിട്ട് അങ്ങനെ ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മെൻസ് വെയറിലേക്ക് പോയിട്ട് അജിഷ്ണാൻ്റെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയത് ഇതാ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷർട്ടാണ്. അതിൻ്റെ കുറേ കളർ ചേഞ്ച് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റേഴ്സിൽ വരുന്ന കുറച്ചധികം ഷർട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോർമലായിട്ട് എനിക്കങ്ങനെ ഷർട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് വലിയ പിടുത്തില്ല അങ്ങനെ. അപ്പോൾ അതിൽ തന്നെ കണ്ടില്ലേ ബ്ലാക്ക്, അതിൻ്റെ കളർ ചേഞ്ചാണ് കേട്ടോ ഈ ട്രാൻസ്പെറൻറ്റിൻ്റെ. ഇത് ജിഷ്ണോട്ട് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിന് നീളക്കൂടുതലായതുകൊണ്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് അതിൻ്റെ തന്നെ വൈറ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ അതിൻ്റെ തന്നെ ബ്ലൂവും വൈറ്റൊക്കെ വരുന്ന ടൈപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മുടെ വിഷുവിന് പറ്റിയിട്ടുള്ളൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ അതിൽ വരുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഷോർട്ട്സും കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തു. ആ ടൈമിൽ വാവൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ട് അധികം ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. ബോയ്സിൻ്റെയിലും പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യത്തിന് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ജിഷ്ണേട്ടന് ഇഷ്ടപ്പെട്ടത് മൂപ്പരിക്ക് ചില കാരണങ്ങൾ കൊണ്ട്, പക്ഷെ മൂപ്പര് അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കിഡ്സ് സെക്ഷനിലേക്ക് പോയി. കിഡ്സ് സെക്ഷനിൽ പറഞ്ഞ പോലത്തെ വലിയ കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ബേബി ഗേൾസിൻ്റെ കുറേ അധികം നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതൊക്കെ കുറച്ച് നോക്കി. ബോയ്സിൻ്റെ വന്നപ്പോൾ എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, കളക്ഷൻസ് കുറവായിരുന്നു, ഭയങ്കര കുറവായിരുന്നു. കുഞ്ഞ് പാവകൾക്ക് പറ്റിയതൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ. പിന്നെയും ഒരു 5 to 10 years ആ ഒരു റേഞ്ചിൽ വരുന്ന കുട്ടികൾക്കുള്ള ഡ്രസ്സുകളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് നോക്കി. പിന്നെ മെയിനായിട്ട് കിഡ്സ് സെക്ഷനിൽ ബേബി ഗേൾസിന് പറ്റിയിട്ടുള്ള നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള സമ്മർ കളക്ഷൻസ് നല്ല രീതിക്ക് ഉണ്ട് കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ചധികം തന്നെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ സമ്മർ സീസണിൽ പറ്റണ പോലെ തന്നെ ലൈറ്റ് കളേഴ്സ് ആയിരുന്നു കേട്ടോ കൂടുതലും ഉണ്ടായിരുന്നത്. ഡാർക്ക് കളേഴ്സ് ഉണ്ട്, എന്നാലും കൂടുതലും നമുക്ക് ലൈറ്റ് കളേഴ്സ് തന്നെയാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെരുപ്പിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ പർപ്പിൾ ലവേഴ്സിന് പറ്റിയിട്ടുള്ള ഒരു കോർണർ പോലെ ഒരു ഭാഗം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത്
പ്രത്യേകം എടുത്ത് ഷൂട്ട് ചെയ്തതാണ്. 399 ആണ് കേട്ടോ ഈ ഒരുവിധം എല്ലാ ചെപ്പൽസിനും വരുന്നത്. അതിൽ 299 ഉണ്ടായിരുന്നു ചിലത്. അങ്ങനെ പിന്നെ ചെപ്പൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഒരുവിധം അത്യാവശ്യത്തിന് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുവിധം എല്ലാതും ഉണ്ടായിരുന്നു. ചില ചെരുപ്പിന് മാത്രം സൈസ് നമുക്ക് ഉണ്ടായിരുന്നില്ല, എന്നാലും കുറേ മോഡൽസിനൊക്കെ നമുക്ക് സൈസ് എല്ലാതും അവൈലബിൾ ആയിരുന്നു കേട്ടോ. പിന്നെ ഷൂസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഷൂസിന് വലിയ കളക്ഷൻസ് ഉണ്ടായിരുന്നില്ല. 399 ഈ ഒരു ടൈപ്പ് ഷൂ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ 299 അതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കത് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത തരം ടൈപ്പാണല്ലോ അത്. ഡെയിലി നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് 399 ആണെങ്കിൽ നമുക്ക് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം. ഇത് നമുക്ക് ജസ്റ്റ് നമുക്ക് എപ്പോഴെങ്കിലും വല്ല ഒക്കേഷൻസിനും പോകുമ്പോൾ ഇടാന്നല്ലാണ്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. ഞാൻ അതുകൊണ്ട് തന്നെ 299 കേട്ടോ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ലിപ് ബാം, പിന്നെ നമ്മൾ ബ്യൂട്ടി പരമായിട്ടുള്ള സാധനങ്ങൾ നോക്കാനായിട്ട് പോയി. അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒന്നും ട്രയൽ ചെയ്ത് നോക്കാനായിട്ട് പറ്റിയില്ല, കാരണം വാവ ഉണ്ടായിരുന്നതുകൊണ്ട് കയ്യിൽ. പക്ഷെ ഞാൻ ജസ്റ്റ് എല്ലാതും ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം. അങ്ങനെ അതൊക്കെ നോക്കി. പിന്നെ ഇതൊക്കെ ബില്ലടിക്കണ ടൈമിലാണ് കേട്ടോ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തത്. പിന്നെ ഒരുപാട് ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നും ട്രയൽ നോക്കാനായിട്ട് പറ്റിയില്ല, വാവ കയ്യിലുണ്ടായിരുന്നുകൊണ്ട്. പക്ഷെ ഉണ്ണി നല്ല കുട്ടിയായിട്ട് ഇരുന്നു കേട്ടോ, അതാണല്ലോ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഉണ്ണി നല്ല കുട്ടിയായിട്ട് ഇരുന്നു. എനിക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ മൂപ്പര് സഹകരിച്ച് തന്നു. പിന്നെ കുറേ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സ്റ്റുഡിയോ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമ്മറൊക്കെ ആയിട്ട് ആരെങ്കിലും സ്റ്റുഡിയോയിൽ പോകാതിരിക്കണമെങ്കിൽ വേഗം പൊക്കോട്ടോ, നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.